പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ ദൈവവചനവുമായി നിങ്ങളുടെ അടുത്തെത്തുവാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട സമയത്തിനായി, സാവകാശത്തിനായി ദൈവത്തിന് നന്ദി, മഹത്വം കരയറ്റുന്നു. ഒരു വേദഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 50-ാമത്തെ വാക്യം. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു. സഹോദരനും സഹോദരിയും ഒരു പിതാവിന്റെയും മാതാവിന്റെയും മക്കളായതുകൊണ്ട് അവർ കൂടപ്പിറപ്പുകളാണ് എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. യേശുവിന്റെ അമ്മയും സഹോദരന്മാരും യേശുവിനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പുരുഷാരത്തിൽ നിന്നൊരുവൻ പുറത്തു വന്ന് ചോദിച്ചപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി പറയുന്ന വാക്കുകളാണ്, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും എന്നത്. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരെല്ലാം യേശുവിന്റെ അമ്മയും സഹോദരരും എന്ന ഒരു ഭാഷ്യം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. യേശുവിന്റെ സഹോദരർ കൂടപ്പിറപ്പുകളാണെങ്കിലും ശിഷ്യന്മാർ കൂടപ്പിറപ്പുകളല്ല. എന്നിട്ടും അവരെ ചൂണ്ടിക്കാട്ടിയാണ് സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ അമ്മയും സഹോദരനും സഹോദരിയുമാകുന്നു എന്ന് യേശു പറഞ്ഞത്. യേശുവിന്റെ ശിഷ്യരായിരിക്കുന്നവരെല്ലാവരും തന്നോട് സഹോദരനും സഹോദരിയും പോലെ അടുത്ത ബന്ധമുള്ളവരാണ്. യേശു ലോകത്തിലുള്ളവർക്ക് തന്നോടുള്ള ബന്ധങ്ങൾക്ക് ഒരു പുതിയ ഭാഷ്യം നൽകുകയാണ്. ഈ പുതിയ ഭാഷ്യത്തിന്റെ അടിസ്ഥാനം സ്വർഗസ്ഥനായ തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതത്രേ എന്നാണ് യേശു വ്യക്തമാക്കിയത്. ഈ വിശ്വസാഹോദര്യത്തിന്റെ അടിസ്ഥാനം ലോകത്തിലെ എല്ലാവരും സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളാകുന്നു എന്ന് യേശുവിലൂടെ വിശ്വസിച്ച് അംഗീകരിക്കുമ്പോഴാണ്. യോഹന്നാൻ 1:12 നമ്മൾ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവർ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. രണ്ടാമതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നാം തമ്മിൽ സ്നേഹിച്ചാൽ നാം യേശുവിന്റെ ശിഷ്യന്മാരാണ്. യേശുവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവരാണ് യേശുവിന്റെ ശിഷ്യർ. യോഹന്നാൻ 15-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ, സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. ആ ശിഷ്യന്മാരെ ചൂണ്ടിക്കാട്ടിയാണ് യേശുവുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്തെന്ന് യേശു പറയുന്നു. യേശു അവരെ സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹം ശിഷ്യന്മാർ തമ്മിൽ ഉണ്ടാകുമ്പോൾ യോഹന്നാൻ 13:14 പറയുന്നത് പോലെ യേശുവിന്റെ ശിഷ്യന്മാരാകുകയും കൂടപ്പിറപ്പ് എന്നതിനേക്കാൾ ഉറച്ച ഉറ്റ ബന്ധം ഉടലെടുക്കുകയും ചെയ്യും. യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നാം തമ്മിൽ സ്നേഹിച്ച് യേശുവിനെ അടുത്തനുഗമിച്ചുകൊണ്ട് യേശുവിന്റെ സ്നേഹിതരും ശിഷ്യരും സഹോദര്യവുമാകാൻ ശ്രമിക്കാം, സഹോദരരുമാകുവാൻ ശ്രമിക്കാം. നമ്മുടെ ബന്ധം വംശത്തിന്റെയോ സസൂക്ഷ്മമായ മതനിബന്ധനകളുടെയോ കുടുംബ പശ്ചാത്തലത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല. സ്വർഗസ്ഥനായ പിതാവിനോട് ക്രിസ്തുവുമായുള്ള വിധേയത്വത്തിൽ ബന്ധം കാണുകയാണ് ആവശ്യം. നാം അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ സഹോദരരായി കാണപ്പെടുമോ, അതോ അവിശ്വാസവും കോട്ടവുമുള്ള വ്യഭിചാരവുമുള്ള തലമുറയായി കാണപ്പെടുമോ എന്നതാണ് യേശു യഹൂദന്മാരോട് ഉന്നയിച്ച ഈ പ്രശ്നത്തിന്റെ പൊരുള്. ബന്ധങ്ങൾക്ക് പുതിയ ഭാഷ്യം നൽകുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ ധ്യാനിക്കുവാനിടയായത്. യേശു ഉദ്ദേശിച്ച ആ ബന്ധത്തിന്റെ അടിസ്ഥാനം എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്ന ബന്ധത്തിലാണ്, ആ അടിസ്ഥാനത്തിലാണ്. പ്രിയ ദൈവ പൈതലേ, നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളും തമ്മിൽ സ്നേഹിപ്പാൻ ഇടയാകേണ്ടതിനു വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാൻ. സ്നേഹമുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല പ്രഭാതയാമം
അടിയങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ദാനമായി നൽകിയതോർത്ത് നന്ദി പറയുന്നു. രാത്രിയുടെ യാമങ്ങൾ കൃപയിൽ അവിടുന്ന് ഞങ്ങളെ സൂക്ഷിച്ചു. സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ഈ പ്രഭാതയാമത്തിൽ അങ്ങേ സ്തുതിക്കുവാൻ, അവിടുത്തെ വചനത്തിന്റെ ചിന്തകളാൽ നിറയപ്പെടുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തിനായി നന്ദി പറയും. അനേകർക്ക് ലഭിക്കാതെ പോയ ഈ ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തന്നല്ലോ. നന്ദി പറയുന്നപ്പാ, എല്ലാ ഉപകാരങ്ങൾക്കും നന്മകൾക്കുമായി നന്ദി പറയുന്നു. തുടർന്ന് ഈ പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ കൃപ ഉയരത്തിൽ നിന്ന് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. കൃപയുടെ ആത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.